الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം ഹജ്ജിൻ്റെ ഒരുക്കത്തിലാണ്. കലണ്ടർ പ്രകാരം അടുത്ത ബുധനാഴ്ചയാണ് ദുൽഹിജ്ജ 1. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്, വഫദുല്ലാഹി സലാസ, അള്ളാഹുവിൻ്റെ നിവേദന സംഘങ്ങൾ 3. കുറേ ആളുകളുടെ പ്രതിനിധികളായി അവരുടെ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് വഫദ് എന്ന് പറയുക. ഇങ്ങനെയുള്ള ആളുകൾ 3. അതിലൊന്ന് അൽ ഗാസി, യോദ്ധാവാണ്. ഇപ്പൊ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ജവാന്മാർ യുദ്ധരംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് വ്യക്തിപരമായി അവരുടെ ആവശ്യത്തിന് വേണ്ടിയല്ല, മറിച്ച് രാജ്യസുരക്ഷയ്ക്കും രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയുമാണ്. അപ്പൊ യോദ്ധാക്കൾ പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതുപോലെ അൽ ഹാജ്, ഹാജിമാർ, അൽ മുഅ്തമിർ, ഉംറ നിർവഹിക്കുന്നവർ, ഇവരൊക്കെ അവരുടെ വ്യക്തിപരമായ ഒരു ആരാധനാ കർമ്മം നിർവഹിക്കാൻ പോകുന്നു എന്നതിൽ ചുരുങ്ങി നിൽക്കുന്ന സംഗതിയല്ല, മറിച്ച് ലോകർക്ക് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹുവിങ്കലേക്ക് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാജിമാർക്ക് ദുആ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ ഹാജ്, അല്ലാഹുവേ ഹാജിമാർക്ക് നീ പുറത്തു കൊടുക്കണം. വലിമൻ യസ്തഗ്ഫിറുൽ ഹാജ്, ഹാജിമാർ ആർക്ക് വേണ്ടിയൊക്കെ പൊറുക്കലിനെ തേടുന്നോ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണം. അപ്പൊ എല്ലാവരുടെയും ഒരാവശ്യത്തിനാണ് അവർ പോകുന്നത്. ലോകമറിഞ്ഞുള്ള ഒരു ഇബാദത്താണ് ഹജ്ജ്. ഒരാത്മീയ സംഗമം, ഒരു ഈമാനിന്റെ സംഗമം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് വേളയിൽ നടത്തിയ പ്രസംഗങ്ങൾ മുഴുവനും മൊത്തം മനുഷ്യരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നാഥനാണ്,
നിങ്ങളുടെ എല്ലാവരെയും പിതാവ് ഒന്നാണ്. അറബികൾക്ക് അനർബികളെക്കാളോ, അനർബികൾക്ക് അറബികളെക്കാളോ, കറുത്തവന് വെളുത്തവനേക്കാളോ മറിച്ചോ യാതൊരു ശ്രേഷ്ഠതയുമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് നല്ലൊരു മാനുഷിക സൗഹാർദ്ദം, മനുഷ്യനെന്ന ചിന്ത ഇത് വളർത്തിയെടുക്കുന്ന കർമ്മമാണ് ഹജ്ജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും അതുതന്നെ, ഖുർആൻ പ്രഖ്യാപിക്കുന്നതും അതുതന്നെ. മനുഷ്യർക്ക് വേണ്ടി ഒന്നാമതായി നിർമ്മിക്കപ്പെട്ട വീട് കഅബയുടെ പേരതാണ്. അതെ, മനുഷ്യന് മനസ്സ് തുറക്കാനുള്ള ഭവനം. ഒരു വീട്ടിലും പോയി പരാതി പറയാത്ത മനുഷ്യൻ. അഭിമാന പ്രശ്നാണ്, പലവിധ പ്രശ്നങ്ങളും ഉണ്ട്. ആരോടും പറയരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ മനുഷ്യന് മനസ്സ് തുറക്കാൻ ഒരു വീട് വേണം. അതാണ് കഅബ. മനുഷ്യന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. അള്ളാഹുവിനോട് ചോദിക്കാം, അവന്റെ ഭവനമാണ്, എല്ലാവരുടെയും തറവാടാണ്, നമ്മുടെ കേന്ദ്ര മഹല്ലാണ്. അവിടെ നിന്നാണ് തൗഹീദ് തുടങ്ങിയത്. അവിടെ നിന്നാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തൗഹീദ് വ്യാപിച്ചത്, ഇസ്ലാമിക വിശ്വാസം. അപ്പൊ ജനങ്ങളുടെ വീടാണ്, എല്ലാവർക്കും ഉള്ളതാണ് എന്ന് ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇടയ്ക്കിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. തന്നെയുമല്ല, ജനങ്ങൾ മാത്രമല്ല, ഹജ്ജിന് പോകുന്ന ആളുകൾ തൽബിയത്ത് ചൊല്ലുന്ന സമയത്ത് റസൂലുള്ളാഹി പറയുന്നു, മാമിൻ മുലബ്ബി യുലബ്ബി, ഒരു തൽബിയത്ത് ചൊല്ലുന്നവനും തൽബിയത്ത് ചൊല്ലുന്നില്ല, ഇല്ലാ ലബ്ബ, തൽബിയത്ത് ചൊല്ലിയിട്ടല്ലാതെ, മാ യമീനിഹി വശിമാലിഹി, അവന്റെ വലതു ഭാഗത്തുള്ളതും ഇടതു ഭാഗത്തുള്ളതും നിർജീവ വസ്തുക്കൾ വരെ, മിൻ ഹജരിൻ വശജരിൻ, കല്ലായാലും മരമായാലും, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്നൊരു ഹാജി പറയുമ്പോൾ ആ ശബ്ദത്തിന്റെ വരുതിയിലുള്ള മുഴുവൻ വസ്തുക്കളും അവരോടൊപ്പം തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ പ്രതിനിധികളാണ്. വഫദ്, വാഫിദ എന്നൊക്കെ പറയാറുണ്ട്. അസ്മാ ബീവി സ്ത്രീകളുടെ പ്രതിനിധിയായി റസൂലുള്ളാഹിയോട് സംസാരിച്ച വിവരം പറയാൻ വാഫിദ എന്ന പ്രയോഗമാണ് ഹദീസിൽ ഉന്നയിച്ചത്. അസ്മാ ബീവി പറഞ്ഞു, റസൂലേ, ഞാൻ എന്റെ കാര്യം പറയാൻ വന്നതല്ല, അന വാഫിദത്തുൻ നിസാഇ ഇലൈക്, ഞാൻ മുഴുവൻ സ്ത്രീകളുടെയും പ്രതിനിധിയായിട്ടാണ് താങ്കളോട് സംസാരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിയതാണ്. അസ്മാ ബീവിയുടെ പരാതി, ആണുങ്ങൾക്ക് പലവിധ സൽക്കർമ്മങ്ങളുമുണ്ട്, യുദ്ധങ്ങളുണ്ട്, ധർമ്മസമരങ്ങളുണ്ട്, പൊതുപ്രവർത്തനങ്ങളുണ്ട്. സ്ത്രീകളായ ഞങ്ങളാകട്ടെ അവരുടെ വീടും അവരുടെ മക്കളെയും എല്ലാം പരിപാലിച്ച് വീട്ടിൽ കഴിച്ചു കൂട്ടുകയാണ്, ഞങ്ങൾക്കെന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, ലോക വനിതകൾക്ക് എല്ലാവരോടും പറയേണ്ട മറുപടി അതായിരുന്നു, നിങ്ങളൊരു നല്ല കുടുംബിനിയാണെങ്കിൽ ആ കുടുംബനാഥൻ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളിലും ഒട്ടും കുറയാതെ നിങ്ങൾക്കുമുണ്ട് പ്രതിഫലം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഖുർആനിലും നമുക്കത് കാണാമല്ലോ. സൂറ റഹ്മാനിൽ അല്ലാഹു പറയുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച ആളുകൾക്ക് രണ്ട് സ്വർഗ്ഗമുണ്ട്. ആ രണ്ട് സ്വർഗത്തിന്റെ സവിശേഷതകൾ ഖുർആനിൽ ഇങ്ങനെ എണ്ണിപ്പറഞ്ഞുകൊണ്ടിരിക്കെ തുടർന്ന് അല്ലാഹു പറയുകയാണ്, വമിൻ ദൂനിഹിമാ ജന്നത്താൻ, അത് കൂടാതെ രണ്ട് സ്വർഗങ്ങൾ വേറെയുമുണ്ട്. മുദ്ഹാമ്മത്താൻ, കടും പച്ച നിറമുള്ള രണ്ട് സ്വർഗങ്ങൾ. ഫീഹിമാ ഐനാനി നല്ലാഹത്താൻ, അതിൽ വെള്ളച്ചാട്ടമുള്ള അരുവികളുണ്ട്. സൗന്ദര്യവും ആസ്വാദനവും ഇങ്ങനെ എണ്ണിപ്പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ഫീഹിന്ന
ഖൈറാത്തുൻ ഹിസാൻ. 2 സ്വർഗം ആണുങ്ങൾക്ക് അവിടെ പഠിച്ചു വെച്ചപ്പോ ഈ 2 സ്വർഗം ആർക്കുള്ളതാണ്? ഉത്തമരായ സുന്ദരികളായ സ്ത്രീകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. അവിടെ വെറുമിണകളായി എന്റെ വീട്, എന്റെ സ്വർഗം, എന്റെ ഇടം എന്ന് പറയാനൊന്നുമില്ലാത്ത ഒരവസ്ഥ സ്ത്രീകൾക്കില്ല. പുരുഷന് തത്തുല്യമായ സ്വർഗമുണ്ട് സ്ത്രീ ജനങ്ങൾക്കും എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു വെച്ചു. പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ പ്രതിനിധികളായി, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ജനങ്ങളുടെ പ്രതിനിധികളായി ഹാജിമാർ പോവുകയും നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എല്ലാ അർത്ഥത്തിലും അവരോടൊപ്പം നമ്മളും ഒരുമിച്ച് കൂടണം, ഒന്നിക്കണം. അവർക്ക് വേണ്ടി നമസ്കാര ശേഷവും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വർഷത്തെ ഹജ്ജും സമാധാനപരമായി യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ലാതെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് വന്നവർ അതെല്ലാം കഴിഞ്ഞ് സുന്ദരമായി കുടുംബങ്ങളിലേക്ക് തിരിച്ചുപോയി എന്ന വാർത്തയാണ് നമുക്ക് കേൾക്കേണ്ടത്. അതിനുവേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അതുപോലെ ഇതൊരു തുടർ പ്രവർത്തനമാണ് ഹജ്ജ്. വലിയ കല്യാണമൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ രാഷ്ട്രീയ നേതാക്കന്മാർ വന്നിരുന്നു, വലിയ വലിയ ആൾക്കാരുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരാവേശം ഉണ്ടല്ലോ. ആ ആവേശം ഹജ്ജിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ മാത്രല്ല, അംബിയാ മുർസലീങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഹജ്ജ് ചെയ്യാൻ. അവര് ഹജ്ജും ചെയ്ത് പോയിട്ടുണ്ട്. ഇതൊരു തുടർ പരിപാടിയാണ്. അവര് ഹജ്ജും ചെയ്തു പോയി. നമ്മളും അവരുടെ പിന്നാലെ എല്ലാവരെയും ഒന്നിച്ച് കണ്ണി ചേർക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഹജ്ജിന് പോകാൻ അവസരം കിട്ടാത്ത ആളുകൾക്ക് നിർബന്ധമായി ഞാൻ ഹജ്ജിന് പോകും എന്ന തീരുമാനമെടുക്കേണ്ട സമയം കൂടിയാണിത്. അള്ളാഹു വിളിച്ചതാണ് അങ്ങോട്ട്. വിളിച്ചിടത്ത് പോകുന്നില്ലേ? എന്നോട് കല്യാണം പറഞ്ഞില്ല, അല്ലെങ്കിൽ ഞാൻ അവനോട് കല്യാണം പറഞ്ഞിട്ട് അവൻ വന്നില്ല എന്നൊക്കെ സാധാരണ നമ്മൾ പറയാറില്ലേ? ഫമൗലൽ മവാലി ലിസിയാറത്തി ഖദ്ദഅ. ആരാണ് വിളിച്ചത്? സർവാധിപതിയായ അല്ലാഹു. അവനാണ് അങ്ങോട്ട് വിളിച്ചത് അവന്റെ വീട്ടിലേക്ക്. അനഖഉദു അൻഹാ വൽ മസൂറുഹു വല്ലാഹു. സന്ദർശിക്കപ്പെടേണ്ടത് അല്ലാഹുവിനെയായിരിക്കെ നമ്മൾ പോകാതിരിക്കുകയാണോ? ഇതാണ് സലഫു സാലിഹീങ്ങൾ നമ്മോട് ചോദിക്കുന്നത്. നമ്മുടെ മുൻഗാമികളായ സജ്ജനങ്ങളെല്ലാം പോയ സ്ഥലം, അവിടേക്ക് പോകാൻ ഇന്ന് ശ്രമിച്ചാൽ ആർക്കും കഴിയുന്ന സ്ഥലമാണ്, ഇടമാണ്. അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഹജ്ജിന് പോകാൻ പ്രയാസമുണ്ടെങ്കിൽ, പ്രയാസമുള്ളവരും അല്ലാത്തവരൊക്കെ ഹാജിമാരുടെ കൂടെ കൂടണം. അതിനാണ് ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ അല്ലാഹു തആല നൽകിയത്. ഈദുൽ ഫിത്തർ, സാധാരണ നോമ്പ് പെരുന്നാൾ, ഈ നോമ്പ് പെരുന്നാളിന് മുമ്പ് ഒരു മാസക്കാലം നോമ്പ് നോൽക്കുന്നുണ്ട്. അതിന്റെ മുന്നോടിയായി പ്രാദേശികമായ ഇബാദത്തുണ്ട്. അതുപോലെ എപ്പോഴാണ് അത് എന്ന് മനസ്സിലാകില്ല, മാസം കണ്ടാലല്ലേ അറിയുള്ളൂ. എന്നാൽ ബലിപെരുന്നാളിന്റെ സ്ഥിതി അതല്ലല്ലോ. പ്രത്യേകിച്ച് ഒരു ഇബാദത്തുകളൊന്നും ഇല്ല. ഒരു 10 ദിവസം മുമ്പ് ഇന്ന ദിവസമാണ് പെരുന്നാൾ എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ഒരു സാധാരണ സ്വാഭാവിക ദിവസം പോലെ അങ്ങ് കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹുവിന് വേണ്ടി ആളുകൾ സൽക്കർമ്മം ചെയ്യുമ്പോൾ, അങ്ങനെ സൽക്കർമ്മം ചെയ്യുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഈ 10 ദിവസത്തെ കവച്ചു വെക്കുന്ന വേറൊരു ദിവസവും ഇല്ല. ഈ ദുൽഹിജ്ജയുടെ 10 പകലുകൾ, 10 രാത്രിയുണ്ട്. റമദാനിന്റെ അവസാനത്തെ 10 രാത്രികൾ, അതാണ് രാത്രികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി.
എന്നാൽ പകലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പകൽ റമദാനിന്റെ പകല് പോലുമല്ല, മറിച്ച് ഈ ദുൽഹിജ്ജയുടെ 10 പകലുകളാണ്. അതിൽ പ്രത്യേകമായി ഒരു ഇബാദത്ത് ചെയ്യാൻ റസൂലുള്ളാഹി നിർദ്ദേശിക്കുന്നില്ല. അവനവന്റെ താല്പര്യപ്രകാരം ഏത് അമല് ചെയ്താലും മറ്റൊരു ദിവസം അമല് ചെയ്തതുപോലെയുമല്ല, അതിന് പ്രത്യേകമായ പ്രതിഫലമാണ്. ഒരാൾക്ക് തോന്നാൻ ഞാൻ നോമ്പെടുക്കുകയാണ്, ഒരു തിങ്കളാഴ്ച നോമ്പ്, ഒരു വ്യാഴാഴ്ച നോമ്പ്, അത് ഈ പകലുകളിലായിട്ട് ഇങ്ങ് കിട്ടുകയാണ്. ഇനി അതല്ല, ഞാൻ സുന്നത്ത് നമസ്കരിക്കുന്നു, ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു, തസ്ബീഹ് ചൊല്ലുന്നു. റസൂലുള്ളാഹി ഇത്തരം ദിക്റുകൾക്കൊക്കെ പ്രോത്സാഹനം നൽകി. ഈ ദിവസങ്ങളിൽ തഹ്ലീലിന്, തഹ്മീദിന്, ഇസ്തിഗ്ഫാറിന്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനകൾ ചെയ്യാൻ, കൂടുതൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല തന്നെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈമാനുള്ള മനുഷ്യന്മാരെ, ലാ തുഹില്ലു ശആയിറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ദീൻ അടയാളങ്ങളെ അനാദരിക്കരുതേ. മഗ്രിബ് 3 എന്ന് തീരുമാനിച്ച അല്ലാഹു, ളുഹർ 4 എന്ന് തീരുമാനിച്ച റബ്ബ്, വെള്ളിയാഴ്ചയാണ് ജുമുഅ വേണ്ടത് എന്ന് പറഞ്ഞു തന്ന റബ്ബ്, അവൻ പറഞ്ഞു തരികയാണ് ഈ 10 ദിവസം പ്രധാനപ്പെട്ട 10 ദിവസമാണ്. അള്ളാഹു അതിനെ പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട്. പെരുന്നാളിനെയും അതിനോടനുബന്ധിച്ച് നടക്കുന്ന ബലികർമ്മത്തെയും ഹജ്ജിനെയും ഉംറയെയും എല്ലാം, അതിന്റെ മശായിറുകളെയും എല്ലാം അള്ളാഹു ആദരിച്ച ദീനടയാളങ്ങളാണ്. ഈമാനിന്റെ ഭാഗമായി നിങ്ങൾക്ക് അതിനോടൊരു ബഹുമാനം ഉണ്ടാകണം. അത്തരം ദീനടയാളങ്ങളോട് ആദരവുണ്ടാകുന്നത് മനസ്സിൽ തഖ്വയുള്ള ആളുകൾക്ക് മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മോട് പറഞ്ഞു തരികയാണ്. അതുപോലെ അല്ലാഹു ഖുർആനിൽ പറയുന്നു, എന്തിനാണ് ഹജ്ജ്? വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലാൻ വേണ്ടി. ഈ അറിയപ്പെട്ട ദിവസങ്ങൾ ഏതാണ്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളാണ്. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർമ്മിക്കുക, സ്മരിക്കുക. ഏതാണ് എണ്ണപ്പെട്ട ദിവസങ്ങൾ? അത് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള അയ്യാമുത്ത ശരീക്കിന്റെ 3 ദിവസങ്ങളാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മോട് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് അല്ലാഹു ആദരിച്ച, അല്ലാഹു ബഹുമാനിച്ച ഇത്തരം ദിവസങ്ങളെയും കർമ്മങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക, ഹജ്ജിന് ആഗ്രഹിക്കുക, അതിന്റെ തൗഫീഖിനായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ചെയ്തു പോയ ഹജ്ജുകളൊക്കെ സ്വീകരിച്ച് വലിയ പ്രതിഫലം തരാൻ അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ പോയി വന്നാൽ ഉമ്മ പെറ്റ മകനെ പോലെയാണെന്ന്, ആരോടും വിദ്വേഷമില്ല. ചെറിയ നവജാത ശിശുക്കളുടെ അവസ്ഥ അതാണല്ലോ. അസൂയയില്ല, പകയില്ല, ആരോടും വെറുപ്പില്ല. അങ്ങനെയുള്ള ഒരു മനസ്സിന്റെ, പാപക്കറകളില്ലാത്ത ഒരു മനസ്സിന്റെ ഉടമയായി തിരിച്ചു വരിക, ഒരു പച്ച മനുഷ്യനായി തിരിച്ചു വരിക. അതിനു വേണ്ടിയാണ് ഹജ്ജിന് പോകുന്നത്. അങ്ങനെ നമ്മൾ ഇബ്രാഹിമുമാരായി, ഇസ്മായിലുമാരായി, ഹാജറുമാരായി ലോകം മാറാനുള്ള വർഷാവർഷം നടക്കുന്ന ഒരാത്മീയ സംഗമം, അതിനോടനുബന്ധിച്ചുള്ള ഒരു കൂറ് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും പ്രഖ്യാപിക്കുന്ന, പങ്കെടുക്കുന്ന, മാനസികമായും ശാരീരികമായും എല്ലാം പങ്കെടുക്കുന്ന ഒരു മഹത്തായ കർമ്മമാണ് ഹജ്ജ്. അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ, അവയെ അങ്ങനെ തന്നെ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ,
അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഉളഹിയ്യത്ത് അറുക്കാൻ തീരുമാനിച്ചവർ ദുൽഹിജ്ജ 1 കഴിഞ്ഞാൽ ഹാജിമാരെ പോലെ തന്നെ നടന്നോളണം ചില വിഷയങ്ങളിൽ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഇദാ ദഖലത്തിൽ അശ്റു, റസൂൽ പറയാം, ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ ദുൽഹിജ്ജ പറഞ്ഞാൽ വഅറാദ അഹദുക്കും അൻ യുളഹിയ, ഉളഹിയ്യത്ത് അറക്കാൻ ആരെങ്കിലും വിചാരിക്കുകയും ചെയ്താൽ ഫലാ യമുസ്സ മിൻ ശഅരിഹി വബശരി, അവൻ നഖം വെട്ടാനോ മുടി നീക്കം ചെയ്യാനോ ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യരുത്. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. ഇത് ഉളഹിയ്യത്തിന് നിയ്യത്താക്കിയ വ്യക്തിക്കുള്ളതാണ്. അല്ലാതെ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു എൻ്റെ ഉളഹിയ്യത്ത് അറക്കണം, വക്കീലാണ് അദ്ദേഹം, വക്കീലിന് ഇത് സുന്നത്തില്ല. ആരാണോ ഉളഹിയ്യത്തിന്റെ ഉടമ, ആ ഉടമക്കാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം സുന്നത്തായിരിക്കുന്നത്. ചില ആളുകൾ ഇതിനെ ഒരു നിസാരവൽക്കരിക്കുന്ന രൂപത്തിൽ സംസാരിക്കാറുണ്ട് ഉളഹിയ്യത്തിന്. അഥവാ ഇപ്പോഴത്തെ കാലത്ത് മാംസത്തിനൊന്നൊരു ബുദ്ധിമുട്ടില്ല, അതിനേക്കാളൊക്കെ കൂലി കിട്ടുന്ന എന്തെല്ലാം പണിയുണ്ട് ഈ പൈസ ഒക്കെ കൊടുത്താൽ. അതത്തരം വ്യക്തികളുടെ വീട്ടിൽ നടക്കുന്ന കല്യാണത്തിന് അഭിപ്രായം പറയാറില്ല, അടിച്ചിങ്ങനെ പൊളിക്കും. കാരണം അവിടെ അഭിപ്രായം പറഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രതാപമാണ് ഇല്ലാതായി പോകുന്നത്. ഇവിടെ ഉളഹിയ്യത്തിന് പകരം എത്ര ധർമ്മം ചെയ്തിട്ടും കാര്യമില്ല. ഉളഹിയ്യത്ത് തന്നെ. അത് ദീനിന്റെ പ്രതാപമാണ്, അത് ഇസ്ലാമിന്റെ പ്രതാപമാണ്, അത് ഷിആറാണ്, അള്ളാഹുവിന്റെ ഷിആറാണ്. അത് ഉയർന്നു നിൽക്കുക തന്നെ വേണം. ബലിമൃഗത്തെ കാണുമ്പോൾ പോലും അല്ലാഹു അക്ബർ നമ്മൾ പറഞ്ഞു പോകും. അള്ളാഹു എത്രയോ മഹാനാണ്. അപ്പോൾ അള്ളാഹുവിന്റെ മഹത്വം അത് പ്രകടിപ്പിക്കാനുള്ള പ്രവർത്തനമായി നമ്മുടെ നേതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം മകനിലൂടെ നിർവഹിക്കാൻ ശ്രമിച്ച ഉളഹിയ്യത്താണ്. സ്വന്തം മകൻ അതിന് തയ്യാറായി, കടന്നുകൊടുത്തില്ലേ? അതിന് കടന്നുകൊടുത്തു. അന്ന് ആരോരുമില്ലാത്ത മിനയിൽ ഇസ്മായിലിന്റെ കൈപിടിച്ച് നടന്നു പോകുന്ന ഇബ്രാഹിമിനെ നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കണം. ഇബ്രാഹിം അതിന് തയ്യാറായി. ഇടക്കിടക്ക് കാണാൻ പോകുന്നു ഇസ്മായിലിനെ. അള്ളാഹു ഒന്ന് പരീക്ഷ കടുപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങ് ഫലസ്തീനിൽ നിന്ന് മക്കയിൽ കൊണ്ടുവന്നാക്കിയ ഇസ്മായിലിനെ, തന്റെ അരുമ മകനെ ഇടക്കിടക്ക് കാണാൻ വരുമ്പോ എന്നേക്കാൾ സ്നേഹം ഇസ്മായിലിനോടോ? അള്ളാഹുവിന് അറിയണം. പിടിച്ചങ്ങ് അർത്ഥകള ഇബ്രാഹിമേ, അള്ളാഹുവിന്റെ കൽപ്പന. അള്ളാഹുവിന് വേണ്ടി അതിന് തയ്യാറാകുന്നുണ്ടോ? ഇസ്മായിൽ തയ്യാറായി, ഇബ്രാഹിം തയ്യാറായി. ആ കൽപ്പന നിർവഹിക്കാൻ വേണ്ടി പോയ ആ വലിയ പ്രവർത്തനത്തെ അനുസ്മരിക്കുന്നതാണ് ഉളഹിയ്യത്ത്. സ്വർഗത്തിൽ നിന്ന് ആടിനെ ഇറക്കി കൊടുത്തുകൊണ്ടാണല്ലോ ഇതിന്റെ തുടക്കം. അങ്ങനെ അല്ലാഹു തആല തന്നെ അത് അംഗീകരിക്കുകയും ലോകത്ത് നടപ്പിൽ വരുത്താൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അള്ളാഹു അത് കൽപ്പിച്ചു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം വളർത്തിയ ഇസ്മായിലുമാരായി നമ്മുടെ മക്കൾ വളരണം. അതിനവർക്ക് ഈമാൻ ഉണ്ടാകണം, അവർക്ക് ഇസ്ലാമിനോട് വിലങ്ങര ഉണ്ടാകണം. ഒരു മദ്രസ പഠനം കൊണ്ട് മാത്രം അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ മക്കൾക്ക് നമ്മുടെ മഹല്ലിൽ സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെ CRA ക്ലാസ് ഒക്കെ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു അവഗണനയോടുകൂടി നടക്കട്ടെ എന്ന രൂപത്തില് കാണാൻ പറ്റില്ല. നമ്മുടെ മക്കളൊക്കെ അത്തരം ക്ലാസ്സുകളിൽ ഉണ്ടാകണം. എന്നിട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസവും ഇസ്ലാം ദീനിന്റെ കർമ്മങ്ങളുമെല്ലാം അവർ ചെയ്യാനും വിശ്വസിക്കാനുമെല്ലാം പഠിച്ച് വളരണം. അങ്ങനെ വളരുമ്പോൾ നമുക്കൊന്നിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും.
അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ. നീ ആദരിച്ച സ്ഥലങ്ങളെ, നീ ആദരിച്ച ദിവസങ്ങളെ, നീ ആദരിച്ച ആഘോഷങ്ങളെ, നീ ആദരിച്ച ശറഇന്റെ നിയമങ്ങളെ ആദരിക്കുന്ന മനസ്സ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മനസ്സിൽ തഖ്വ നിറച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഉളുഹിയ്യത്തിന് സന്നദ്ധരായ ഈ മഹല്ലിലുള്ള മുഴുവൻ ആളുകൾക്കും നീ അനുഗ്രഹം ചൊരിയണേ റഹ്മാനെ. അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് വരും വർഷങ്ങളിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം തീർത്തു തരണേ റഹ്മാനെ. കടബാധ്യതകളെല്ലാം തീർത്തു തരണേ റഹ്മാനെ. രോഗങ്ങളെല്ലാം ശിഫയാക്കണേ റഹ്മാനെ. വളരെ ഭംഗിയായി ഹജ്ജും ഉംറയുമെല്ലാം നിർവഹിച്ച് ഹജ്ജാജുമാര് തിരിച്ചു വരുന്ന അവസ്ഥ ഞങ്ങൾക്ക് കാണിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. എല്ലാവരെയും സ്വർഗാവകാശികളാക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.